സോ നിങ്ങളുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് ഒന്ന് ഫീൽ ചെയ്യാനോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരവസരവും കൂടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ സെയിൽസ് നല്ല ഹൈ ലെവലിലേക്ക് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും, സെയിൽസ് കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഒരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റാളുകളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കൂടി അതിനകത്തേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ മേ ബി നിങ്ങളുടെ ആ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് കൂടുമെന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, നിങ്ങളെപ്പോഴും പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ ഒരു 2 അല്ലെങ്കിൽ 3 വേരിയൻസ് ഇറക്കുക. അതായത് ലോ, മീഡിയം, ഹൈ എന്ന് പറയുന്ന പോലെ റൂൾ ഓഫ് 3. അതിൽ ഏറ്റവും വില കൂടിയ പ്രോഡക്റ്റും ഏറ്റവും വില കുറഞ്ഞ പ്രോഡക്റ്റിനെക്കാട്ടിലും സെയിൽസ് ഉണ്ടാവുന്നത് മീഡിയം ലെവലിൽ നിൽക്കുന്ന പ്രോഡക്റ്റിനായിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും ഒരു ആവറേജ് ഫീച്ചേഴ്സ് ഈ പറഞ്ഞ മിഡിൽ ലെവലിലുള്ള സാധനത്തിന് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു 3 പാക്കറ്റ് പോപ്കോൺ നോക്കുകയാണെങ്കിൽ, ചെറിയ പാക്കറ്റ് നമുക്ക് 10 രൂപയ്ക്ക് കിട്ടുന്നു, വലിയ